Hi everyone, this is me, Casac Benjali. എല്ലാവരും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ചിലർക്കെങ്കിലും ബോർഡ് എക്സാംസ് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ മാർച്ച് 1-2 തീയതികളിലേക്കായിട്ട് എക്സാമിന് വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുവാണ്. എക്സാം കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മനസ്സുണ്ടല്ലോ, അതിങ്ങനെ ഉരുകി പേടിച്ച് വിറച്ച് നിൽക്കുന്ന മനസ്സ്. അയ്യോ മോൾക്ക് എക്സാം ആണ്, അയ്യോ മോൻ എക്സാം ആണ്, അയ്യോ എനിക്ക് എക്സാം ആണ്, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ പ്രഷർ അടിച്ച് ഭ്രാന്ത് പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് എക്സാം കാലയളവ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മറ്റൊന്നുമല്ല, എങ്ങനെ ഈ എക്സാമിന്റെ പ്രഷർ കുറയ്ക്കാം, എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിലേക്ക് പ്രഷർ കുറയ്ക്കുന്നതിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട. എക്സാമിന് ഭയങ്കര മാർക്ക് വാങ്ങിയത് കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ജീവിതത്തിൽ ഭയങ്കര സംഭവമാകാൻ പോകുന്നൊന്നുമില്ല. എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ പോകും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടുമില്ല. പരീക്ഷയിൽ തോറ്റു തുന്നം പാടിയ പലരും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തോൽക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതോടുകൂടി ജീവിതം തകർന്നു. ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ജീവിതമില്ല. അയ്യോ എല്ലാം പോയി മോനെ, മാർക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ വേറെ ആരെയോ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന അബദ്ധ ധാരണകളാ. നിങ്ങൾ ആ പ്രഷർ ആദ്യം അങ്ങ് മാറ്റിവെക്കും. നിങ്ങളുടെ ജീവിത വിജയത്തിൽ ഈ പരീക്ഷ എക്സാമിലെ വിജയത്തിനോ പരാജയത്തിനോ ഒരു റോളും ഇല്ല. പക്ഷെ നന്നായിട്ട് ഏതായാലും പഠിക്കുകയല്ലേ, നന്നായിട്ട് മാർക്ക് വാങ്ങിയിട്ട് പഠിക്കണം. പക്ഷെ പ്രഷർ നിങ്ങളിങ്ങനെ ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഭാഗമായൊരു പ്രഷർ കുക്കർ ഉള്ളിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചിരിക്കും. തോറ്റാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, ജയിച്ചാലും വിജയിക്കാൻ കഴിയും. ലൈഫ് എന്ന് പറയുന്നത് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമൊന്നുമല്ല. ഈ പ്രഷർ കുക്കർ ഇങ്ങനെ പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ജീവിതം തീർന്നുപോയി എന്നുള്ളത് ഇങ്ങനെ കുത്തി നിറച്ചത് കൊണ്ടാണ് കുട്ടികൾ ആകെ പ്രഷർ ആക്കുകയും പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിനും ആത്മഹത്യ ചെയ്യാൻ പോകുന്നതൊക്കെ ഈ ഒരൊറ്റ പേടി കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം അത് വേണ്ട. പരീക്ഷ തോറ്റാലും ജയിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത് നിങ്ങൾ തീരുമാനിച്ച ജയിച്ചാലും വിജയിക്കും, തോറ്റാലും വിജയിക്കും. തോറ്റു തുന്നം പാടിയ ആളുകളിൽ പലരും ഇന്ന് ലോകം കീഴടക്കുന്ന കോടീശ്വരന്മാരും വലിയ വലിയ രാജാക്കന്മാരും വലിയ വലിയ ഭരണാധികാരികളുമാണ് ലോകത്ത്. വിജയിച്ച എല്ലാവരും വിജയിച്ചിട്ടുമില്ല. വിജയിച്ച പലരും ഇന്ന് ജീവിതത്തിൽ കടം കൊണ്ട് ഓടി ഒളിച്ച ആളുകളും ഉണ്ട്. എന്നാൽ പരീക്ഷയിൽ വിജയിച്ച് നല്ല മാർക്ക് വാങ്ങി ലോകത്തിന് ഗുണകരമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരായവരിൽ വിജയിച്ചവരുണ്ട്. അപ്പം ജീവിത വിജയത്തിന് പരീക്ഷാ വിജയം ഒരു അടിസ്ഥാന ഘടകമല്ല. പക്ഷെ നമ്മൾ ഏതായാലും പരീക്ഷ എഴുതുക എന്നുള്ളത് കൊണ്ട് വിജയിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹമാണ്. അപ്പൊ പ്രഷറൈസ് ചെയ്യാതെ തന്നെ പരീക്ഷയെ സമീപിക്കാം. ഒരു സാധാരണ രീതിയിൽ ക്ലാസ് ടെസ്റ്റ് പോകുന്ന പോലെ തന്നെ ബോർഡ് എക്സാമിനെ കണ്ടാൽ മതി. അതിനപ്പുറത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രഷർ കൂട്ടണ്ട. ഒന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും, 2 മണിക്കൂർ പഠിക്കും, 3 മണിക്കൂർ പഠിക്കുന്നു, 5 മണിക്കൂർ പഠിക്കുന്നു, 6 മണിക്കൂർ പഠിക്കുന്നു, 8 മണിക്കൂർ പഠിക്കുന്നു. My dear friends, don't focus on the time you study. Focus on the result. അല്ലെ? ഒരു ജോലി ചെയ്തു എന്നെപ്പോഴാണ് നമ്മൾ പറയാ? ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണോ ജോലി ചെയ്തു എന്ന് പറയൽ? അല്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ ജോലി ചെയ്തു എന്ന് പറയുക? അല്ല. മറിച്ച് ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. കംപ്ലീഷൻ ആണ് പ്രധാനം. അതുകൊണ്ട് തന്നെ എത്ര സമയം പഠിച്ചു എന്നത് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ എത്ര പഠിച്ചു, ക്വാണ്ടിറ്റി ഓഫ് സ്റ്റഡി, അതായത് അതിന്റെ ക്വാളിറ്റി ഓഫ് സ്റ്റഡിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ്. എത്ര പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എത്ര പേജ് പഠിച്ചു കഴിഞ്ഞു, എത്ര ചാപ്റ്റർ, എത്ര പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഒരു പഠനത്തിന്റെ ഇടയിൽ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്പർ 3, ഡോണ്ട് കംപ്ലൈൻ. നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രഷർ തലയിൽ കയറുന്ന സമയത്ത് ഒരിക്കലും തന്നെ അയ്യോ എൻ്റെ അച്ഛൻ എന്നെ സഹായിക്കുന്നില്ല, എൻ്റെ അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ടീച്ചർ നന്നായിട്ട് പഠിപ്പിച്ചു തരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്കൂൾ നന്നായിട്ട് പഠിപ്പിച്ചു തരാത്തതുകൊണ്ടാണെന്നുള്ള കംപ്ലൈന്റ് പറയുകയേ ചെയ്യരുത്. ബിക്കോസ് വെൻ യു ആർ സേയിങ് എനി കൈൻഡ് ഓഫ് കംപ്ലൈന്റ്, വി ആർ അട്രാക്ടിങ് എ ലോട്ട് ഓഫ് നെഗറ്റീവ് എനർജി വിത്ത് ഇൻസൈഡ്. കംപ്ലൈന്റ് പറയരുത് കേട്ടോ. നമ്മൾ ഓരോ തവണ എന്ത് കംപ്ലൈന്റ് പറയും, ഇതൊന്നും ശരിയാവുന്നില്ല, ലൈറ്റ് കിട്ടുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നത്, എന്തൊരു ശല്യമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കംപ്ലൈന്റുകൾ ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക, ഓരോ തവണ കംപ്ലൈന്റ് പറയുമ്പോഴും നമ്മളിലേക്ക് കൂടുതൽ പ്രഷർ കയറുകയും കൂടുതൽ നെഗറ്റീവായിട്ട് നമ്മൾ വീണു പോവുകയും ചെയ്യും. ഡോണ്ട് കംപ്ലൈന്റ്. നമ്പർ 3. പിന്നെയോ നമ്പർ 4. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ എക്സാമിനെ കുറിച്ചുള്ള പ്രഷർ വരുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താണ്? എക്സാം ഹാളിൽ നമ്മൾ പരാജയപ്പെടുന്ന രീതിയിൽ എക്സാം എഴുതുന്നത് നമ്മുടെ ചിത്രമാണ് അല്ലെ? എക്സാം ഹാളിൽ എഴുതാൻ പറ്റാതെ നമ്മൾ വിറച്ച് പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ എക്സാം എഴുതാൻ കഴിയാതെ നിൽക്കുന്ന നമ്മുടെ ഒരു ഇന്നർ ഇമേജ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പേടിയുടെ ഒരു പ്രധാന കാതൽ. അപ്പൊ നമ്മൾ ആ ഇമേജിനെ അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട്
വളരെ ശാന്തമായിട്ട് വളരെ കൂളായിട്ട് എക്സാം എഴുതുന്ന നമ്മളുടെ ഇമേജ് മാക്സിമം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതിങ്ങനെ റീപ്ലേസ് ചെയ്താ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ചിരിച്ചുകൊണ്ട് നമ്മൾ വാങ്ങുന്നു, നോക്കുമ്പോൾ അത് മുഴുവൻ എനിക്ക് അറിയുന്ന ഉത്തരങ്ങൾ, കൂളായിട്ട് നമ്മൾ ഇങ്ങനെ എക്സാം എഴുതുന്നു. എന്നിട്ട് എല്ലാം എഴുതി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ടീച്ചർക്ക് പേപ്പർ കൊടുത്തിട്ട് അല്ലെങ്കിൽ അധ്യാപകന് പേപ്പർ കൊടുത്തിട്ട് തിരിച്ച് ഇറങ്ങിയിട്ട് കുട്ടികളോട് പറയുന്നു, എനിക്കെല്ലാം എഴുതാൻ പറ്റി, നല്ല ഹാപ്പിയായിരുന്നു, നല്ല ഈസി ആയിരുന്നു എക്സാം എന്ന് പറയുന്ന ഒരു ഇമേജ് നിങ്ങൾ ബോധപൂർവ്വം റിപ്പീറ്റ് ചെയ്ത് മനസ്സിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രഷറിന്റെ ലെവൽ അങ്ങ് ഒരുപാട് കുറഞ്ഞു പോകും. കാരണം എന്താ, വാട്ട് യു സീ ഇൻ യുവർ ഇന്നർ മൈൻഡ്, ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ ഓഫ് യുവർ ഇമോഷൻ. നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഇമേജ് എന്താണോ അതാണ് നമ്മുടെ ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന റീസൺ. നമ്മുടെ ഉള്ളിൽ ഭയവും പ്രഷറും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇമേജാണ്. അപ്പോൾ നമ്പർ 4, റീപ്ലേസ് യുവർ ഇമേജ്. ഇനി നമ്പർ 5 ആണ് ഞാൻ പറയാൻ പോകുന്നത്. തിങ്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എക്സാമിന് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ സമയത്തോ, പഠിക്കാനിരിക്കുമ്പോഴോ, പഠനം കഴിഞ്ഞിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തോ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും 2 സമയങ്ങളിലായിട്ട്, രാവിലെയും രാത്രിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ പറയും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ 10ാം ക്ലാസ് എക്സാം ആയിരിക്കാം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ +2 ആയിരിക്കാം, ഡിഗ്രി ആയിരിക്കാം, ബോർഡ് എക്സാം ആയിരിക്കാം, എന്തുകൊണ്ടും ആവട്ടെ, എന്ത് എക്സാമോ ആവട്ടെ, നമുക്ക് ഈ എക്സാം എഴുതാനും ഈ ലെവലിൽ നമ്മളെ എത്താനും ഒക്കെ സഹായിച്ച ഒരുപാട് ഘടകങ്ങളില്ലേ. നമുക്ക് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അധ്യാപകരുണ്ട്, സ്കൂളുണ്ട്, നമുക്ക് കഴിക്കാൻ ഫുഡുണ്ട്, വസ്ത്രമുണ്ട്. ഇതൊന്നുമില്ലാത്ത, സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ വിഷമിച്ചു പോയ എത്ര പേര് ഈ ലോകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും പല കലാപങ്ങൾ, പല പ്രശ്നങ്ങൾ, പല സിനാരിയോസ് എല്ലാം ഉണ്ടാകുന്നു. അവർക്ക് പുസ്തകങ്ങളില്ല. നമ്മുടെ ചുറ്റും അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല ഇഷ്യൂസിലും പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, വീട് പോലും നശിപ്പിക്കപ്പെടുന്നു. എന്ത് എക്സാം, ഒരു നേരം ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത എക്സാമുകൾക്ക് പോകാൻ നമുക്ക് കഴിയും. അപ്പം നമുക്കിതെല്ലാം ഇല്ല. എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ ചായ എന്ന് പറയുമ്പോഴേക്കും ചായ കൊണ്ടുത്തരാൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആളുകളുണ്ട്. എൻ്റെ അടുത്തൊക്കെ ചില അമ്മമാർ വന്നിട്ട് മോള് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മോൾക്ക് ഇത് എളുപ്പത്തിൽ തലയിൽ കയറുമെന്ന് വിചാരിക്കുന്നുകൊണ്ട് മോള് പുലർച്ചെ 4 മണി വരെ പഠിക്കുമ്പോൾ ആ 4 മണി വരെയും ഉറക്കിളച്ചുകൊണ്ട് മകളെ പഠിപ്പിക്കാൻ മകളുടെ കൂടെ ഇരിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് എനിക്കറിയാമോ. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്ര അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ദൈവമേ എനിക്കിതെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഉള്ളതിൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ദൈവത്തോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തോടോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. രാവിലെയും രാത്രിയും വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. പരാതി പറയരുത്, ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദി പറയുക. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ, ഒരുപാട് നന്മയില്ല. നമുക്ക് ആരോഗ്യമുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, മൂക്കുണ്ട്, നാവുണ്ട്, ചെവിയുണ്ട്, എക്സാം എഴുതാൻ പഠിച്ചാൽ മനസ്സിലാവുന്നുണ്ട്, വീട്ടിൽ നിന്ന് എക്സാം ഹോളിലേക്ക് നടന്നു പോകേണ്ട വണ്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഉള്ളത് മുഴുവൻ എഴുതി വെച്ചിട്ട് അതെല്ലാം തന്ന ദൈവത്തോടോ അല്ലെങ്കിൽ പ്രപഞ്ചത്തോടോ, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തോട്, അല്ല പ്രപഞ്ചത്തോടോ ഒക്കെ ഒന്ന് ഗ്രേറ്റ്ഫുൾ ആകുക, നന്ദി പറയുക. അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ മനസ്സിലെങ്കിലും നന്ദി പറയുക രാവിലെയും രാത്രി. ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും നമുക്ക് കൂളായിട്ട് എഴുതാനുള്ള ഒരു മാനസിക റിലാക്സേഷൻ അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെയോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6ാമത്തതാണ് കേട്ടോ. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എക്സാം എഴുതുന്നത്? പലപ്പോഴും ആളുകൾക്ക് പ്രഷർ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിലേക്ക് മാത്രം ഫോക്കസ് ആണ്. എക്സാം പഠിക്കുക, അതിൽ മാക്സിമം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല നമ്മുടെ ലക്ഷ്യം. ഈ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഈവൻ PG ആണെങ്കിലും PSC ആണെങ്കിലും ഇതൊക്കെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. ലക്ഷ്യം അതല്ല, നമ്മുടെ ലക്ഷ്യം അതല്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ എന്തായിരിക്കണം, എവിടേക്കായിരിക്കണം എന്നുള്ള ഒരു പ്രാഥമിക ലക്ഷ്യമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിലേക്കുള്ളൊരു ആദ്യ ചുവട് മാത്രമാണിത്. എന്നിട്ട് വരുന്ന ചുവടുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് കണ്ണിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വലുതാണ് അല്ലേ, വലിയൊരു സാധനമാണ്. എന്നാൽ ദൂരേക്ക് ഇങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അത്ര വലുതാണോ? നമ്മളെ കാഴ്ചകളെ തടസ്സപ്പെടുന്നതാണോ? അല്ല, ദൂരേക്ക് പിടിക്കുക. എക്സാം മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് പിടിക്കരുത്, ദൂരേക്ക് പിടിക്കുക. അപ്പൊ അതൊരു ചെറിയൊരു കടുകുമണി പോലെ ആയിട്ട് മാറും. നമുക്ക് ഇതിനേക്കാളും അപ്പുറത്തുള്ള വലിയ ലക്ഷ്യമുണ്ട്, ഇത് അതിലേക്കുള്ളൊരു ചെറിയ കടുകുമണിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എക്സാം കഴിഞ്ഞിട്ടും അപ്പുറത്തുള്ള ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതതിൻ്റെ കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു സാധനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന 7ാമത്തെ പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, റിലാക്സ് യുവർ മൈൻഡ് ആൻഡ് ബോഡി.
എക്സാമിന് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പാനിക്കായി പോകും. പഠിക്കാനിരുന്ന സമയത്ത് അയ്യോ പഠിച്ചു തീർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി പ്രഷർ അനുഭവപ്പെടാം. എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നമുക്ക് വലിയൊരു പ്രഷറും പാനിക് സിറ്റുവേഷൻ അനുഭവപ്പെടാം. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ പല കുട്ടികൾ അങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ എക്സാം ഹാളിൽ ഒരു ചോദ്യം കിട്ടാതാകുമ്പോഴേക്കും ആകെ പേടിച്ചിട്ട് വല്ലാണ്ടങ്ങ് ഡിപ്രസ്ഡ് ആയി പോകാം. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഒരു സിനാരിയോ ഉണ്ട്, ഇതെനിക്കറിയാലോ ഞാൻ ഇന്നലെ പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള പണി. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനുവേണ്ടി നമ്മൾ മൈൻഡിനെ ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പം മൈൻഡ് ആ ഉത്തരം തരില്ല, ബാക്കിയുള്ള ഉത്തരം തരില്ല, നമ്മളങ്ങ് സ്റ്റെക്കായി പോകും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നും വേണ്ട, നന്നായിട്ട് ഡീപ് ബ്രീത്ത്, കണ്ണ് തുറന്നിട്ടോ കണ്ണടച്ചിട്ടോ ഡീപ് ബ്രീത്ത് ഇതാ ഇങ്ങനെ ഒരു 15 തവണ അല്ലെങ്കിൽ 20 തവണ ഡീപ് ബ്രീത്ത് നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആകും, നമ്മുടെ ഹോർമോണൊക്കെ ഒന്ന് ബാലൻസ് ആയി വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇത് എക്സാം ഹോളിലും ചെയ്യാം, ശബ്ദം ഉണ്ടാക്കാതെ എക്സാം ഹോളിലും ചെയ്യാം. നിങ്ങളുടെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പ്രാണായാമം ഇല്ലേ, അത് തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് ഇതിലൂടെ വിടുക. ഇതുപോലെ വലിയൊരു ശബ്ദം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സാം ഹാളിൽ നിന്നാണെങ്കിൽ ചെയ്യുക. അല്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്യുക, പഠിക്കുന്ന സമയത്താണെങ്കിലും എക്സാമിൽ കയറുന്നതിന് മുമ്പാണെങ്കിലും ഇതും ഒരു 15 തവണ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് 1 മിനിറ്റ് ഒന്നിങ്ങനെ കണ്ണിങ്ങനെ ഇമ വെട്ടാതെ, പറ്റുന്ന അത്രയും ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ആ ഇമേജ് ഇങ്ങനെ ഇരുണ്ട് പോകുന്നതായിട്ടും ചുറ്റുമുള്ളൊക്കെ ഇരുണ്ട് പോകുന്നതായിട്ടും നമ്മുടെ മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആയി. ഇത്രയും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് കൂളായിട്ടുണ്ടാവും, റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ പതുക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയും മൈൻഡ് റിലാക്സ് ആകുമ്പോൾ കൂടുതൽ റെസ്പോൺസീവായിട്ട് വരുന്നതും കാണാൻ കഴിയും. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് 8ാമത്തെ പോയിന്റാണ്. 8ാമത്തെ പോയിന്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സൗണ്ട് സ്ലീപ്പാണ്. എക്സാം കാലയളവിൽ പല കുട്ടികളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് രാത്രി മുഴുവനും ഉറക്കിളച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും ഫുൾ പ്രഷർ കയറ്റിയിട്ട് അങ്ങ് പഠിപ്പിക്കും. എന്നിട്ടോ എക്സാം ഹാളിൽ ചെല്ലും, 1 ഉറക്കം തൂങ്ങും, 2 പഠിച്ചതൊന്നും ഓർമ്മയിൽ വരികയില്ല. കാരണം മൈൻഡിനെയും നമ്മുടെ ബ്രെയിനിനെയും മാക്സിമം പ്രഷർ കൊടുത്ത് പണിയെടുപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ ആ പണിയുടെ ഗുണമേന്മ നഷ്ടപ്പെടും. ആവശ്യമുള്ള സമയത്ത് അത് റിട്രൈവ് ചെയ്യാൻ പറ്റുകയും ചെയ്യില്ല, റിട്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഡീപ്പായിട്ട് ഉറങ്ങുക. നിങ്ങളുടെ വീട്ടിൽ AC ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നന്നായിട്ട് AC ഇട്ട് തന്നെ 6 മണിക്കൂർ ഉറങ്ങുക. സൗണ്ട് സ്ലീപ്പ് ഉറപ്പുവരുത്തുക. ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക. അതുപോലെ തന്നെ കണ്ണൊന്ന് തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജൊക്കെ ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ഒന്ന് പറഞ്ഞ് ഇതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് മൈൻഡിനെ റിലാക്സ് ചെയ്ത് എക്സാമിനെ കുറിച്ചുള്ള പേടിയൊന്നും ഇല്ലാതെ എക്സാം കൂളായിട്ട് പോകുന്നതായിട്ടും നന്നായിട്ട് ചിരിച്ചുകൊണ്ട് എഴുതുന്നതായിട്ടും ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നതായിട്ടുള്ള ഇമാജിനേഷനോടുകൂടി ഈ എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞില്ല ഞാൻ, ആ ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം മൈൻഡ് റിലാക്സ് ആക്കിയിട്ട് 6 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് അത്രയും മൈൻഡിൽ വളരെ ഈസി ആയിട്ട് ഓർമ്മിക്കപ്പെടാനും രാവിലെ എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈൻഡ് റെസ്പോൺസ് ചെയ്യാനും സഹായിക്കും. പറ്റുകയാണെങ്കിൽ 8 മണിക്കൂർ തന്നെ ഉറങ്ങണം. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാതെ എത്ര പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് നമുക്ക് പലപ്പോഴും അത് പ്രതിസന്ധി സൃഷ്ടിക്കാൻ സഹായിക്കും. ഇനി 9ാമത്തെ പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റിലാക്സേഷൻ തന്നെയാണ്. മൈൻഡിനെ ഒരിക്കലും തന്നെ പ്രഷർ കൊടുക്കരുത്. ഒരിക്കലും പ്രഷർ കൊടുക്കുക. എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നതല്ലാത്ത എല്ലാ സമയങ്ങളിലും, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണ്, നിങ്ങൾ ബൈക്കിലോ ബസ്സിലൊക്കെ യാത്രയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, പുസ്തകം തുറന്നു നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിനെ റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിൽ മ്യൂസിക് കേൾക്കാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, സന്തോഷമുള്ള കോമഡി സീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാം. പിന്നെ പരീക്ഷയുടെ തൊട്ട് മുമ്പ് പുസ്തകം എടുക്കാതെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചിലർക്ക്, വളരെ കുറച്ച് ആളുകൾക്കെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ റിമെമ്പർ ചെയ്യാനും സഹായകരമാകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ പഠിക്കുന്നതല്ലാത്ത എല്ലാ സമയത്തും മൈൻഡിനെയും ബോഡിയും കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഈ എക്സസൈസ് തന്നെയാണ്.
ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ്. ഇനി അതല്ല കോമഡി കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പാട്ട് കേട്ടിട്ടൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നിങ്ങൾ പഠിക്കുകയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിനെ റിലാക്സ് ചെയ്യുക. കാരണം റിലാക്സ് ചെയ്യുന്ന ഒരു മൈൻഡിൽ നിന്ന് മാത്രമാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൂടി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഈ പരീക്ഷ അവസാനമല്ല. ഈ പരീക്ഷ ജയിച്ചാൽ എല്ലാമായി ഒന്നുമില്ല. ഈ പരീക്ഷയിൽ ഇനി അഥവാ തോറ്റാലും ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല. ഈ പരീക്ഷയിൽ ജയിച്ചാൽ വലുതൊന്നും നിങ്ങൾ നേടിയിട്ടുമില്ല. ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ വിജയത്തിന് ഈ പരീക്ഷയ്ക്ക് വലിയ റോളൊന്നുമില്ല. നിങ്ങൾ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു കൊള്ളണമെന്നില്ല, തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു കൊള്ളണമെന്നുമില്ല. ജയിച്ചാലും വിജയിക്കാം, തോറ്റാലും വിജയിക്കാം. പക്ഷെ പരീക്ഷയിൽ ജയിക്കുന്നതും നല്ല മാർക്ക് വാങ്ങുന്നതും എപ്പോഴും നല്ലത്. നല്ല കോളേജിൽ പോകണമെങ്കിലും നല്ല സ്കൂളിൽ പോകണമെങ്കിലൊക്കെ നല്ല മാർക്ക് നല്ലതാണ്. അത്രയേ ഉള്ളൂ. അതങ്ങനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജീവിതം തകർന്നെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്കൊന്നുള്ള പണിയെടുക്കേണ്ട. റിലാക്സ് ആയിട്ട് പോവുക, എൻജോയ് ചെയ്തിട്ട് പരീക്ഷ എഴുതുക, ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക. എല്ലാവർക്കും വലിയ വിജയാശംസകൾ ഞാൻ നേരുകയാണ്. ഞാൻ കസാക് ബെഞ്ചാലി.